നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു മാർഗ്ഗമാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ടിപ്പാണ്, ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതുപോലുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ ലൈറ്റൊക്കെ കത്തി കിടക്കും, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല കംപ്രസർ. അപ്പോൾ നമുക്ക് തെർമോസ്റ്റാറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫ്രിഡ്ജിൻ്റെ ഇവിടെയാണ് തെർമോസ്റ്റാറ്റ് വന്നത്. ചില ഫ്രിഡ്ജുകളുടെ ഈ ഭാഗത്തും വരും. അപ്പോൾ ഈ ഭാഗത്ത് വന്നത് അഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ടാവും, അതൊക്കെ വെച്ച് അഴിക്കാം. പക്ഷേ ഇതിൻ്റെ വന്നത് വേറൊരു മോഡലാണ്. മോൾ ഭാഗത്താണ് നമുക്ക് ഈ സ്ക്രൂ അഴിക്കേണ്ടത്. അപ്പോൾ ഈ സ്ക്രൂ അഴിച്ചാൽ നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചിട്ട് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മുകളിൽ 4 സ്ക്രൂസ് ഉണ്ട്, നമുക്കിതൊന്ന് അഴിക്കാം. ഇതുപോലെ ഒന്ന് തുറന്ന് കഴിഞ്ഞതിൻ്റെ ക്യാപ്പൊക്കെ അഴിച്ചെടുക്കാം. ഇവിടെ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ടീ ആണ് വരുന്നത്. അപ്പോൾ ഈ കാണുന്ന തെർമോസ്റ്റാറ്റ് വരുന്നത്. ഡോർ സ്വിച്ച്, ഡോർ അടക്കുമ്പോൾ ലൈറ്റൊക്കെ ഇടാനായിട്ട്. ഇത് ഡീഫ്രോസ്റ്റ്, ഐസ് കൂടുതലായി കഴിഞ്ഞാൽ ഐസ് മെൽറ്റ് ചെയ്ത് കളയാനുള്ളത്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഈ 2 വയറുണ്ടോ, ഈ 2 വയറും അതുപോലെ തന്നെ ഇതും തെർമോസ്റ്റാറ്റിലേക്കുള്ള കണക്ഷനാണ്. അപ്പോൾ ഈ വയറാണ് നമ്മൾ ഷോർട്ട് ചെയ്ത് നോക്കേണ്ടത്. ഇത് സെൻസ് ചെയ്യാനുള്ള കോയിലാണ്. ഇത് നമുക്കൊന്ന് അയച്ചെടുക്കാം. ഈ വയർ അയച്ചെടുക്കാം. പൊടിയൊക്കെ ഉണ്ടെന്ന് ഡസ്റ്റൊക്കെ ഒന്ന് കളയാം. ഇതും അതുപോലെ തന്നെ അയച്ചെടുക്കാം. നമ്മൾ തെർമോസ്റ്റാറ്റിൽ നിന്നുള്ള കണക്ഷൻ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ് നമ്മൾ ഈ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആണെന്ന് നോക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണതാണ്. അപ്പോൾ എളുപ്പ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. നമുക്കൊന്ന് ഷോർട്ട് ചെയ്ത് നോക്കണത്. അപ്പോൾ ഇതിൻ്റെ 2 വയറുണ്ടല്ലോ, ഈ 2 വയർ നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ ഈ സ്ലീവൊക്കെ ഇതുപോലെ ഒന്ന് പുറകോട്ടാക്കി വെക്കാം. 2 വയറിൻ്റെ ഇതുപോലെ ഒന്ന് 2 വയർ തമ്മിലൊന്ന് നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഒരു ഇൻസുലേഷൻ അടിക്കുന്നത് നല്ലതായിരിക്കും, ഷോർട്ട് ആവാതിരിക്കാനായിട്ട്. നമുക്കൊരു ചെറിയ ഇൻസുലേഷൻ ഒന്ന് അടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇറങ്ങി മുട്ടി ഷോർട്ട് ആവാതിരിക്കാൻ. ഷോർട്ട് ചെയ്ത് നോക്കണമോ. തെർമോസ്റ്റാറ്റിൻ്റെ വയർ തമ്മിൽ ഇങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഷോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ മെഷീൻ വർക്ക് ചെയ്യേണ്ട സൗണ്ട് കേട്ടോ. വർക്കിംഗ് ആയിട്ടുണ്ട്. നമ്മൾ കംപ്രസറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കത് മാറ്റി വെച്ചാൽ മതി. കണ്ടോ, നമ്മുടെ ഇപ്പോൾ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ തെർമോസ്റ്റാറ്റിൽ കണക്ഷൻ പോയിട്ടില്ല, ഇപ്പോൾ ഡയറക്റ്റാണ് ഓടുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ കൂളിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഷോർട്ട് ചെയ്ത് നമ്മുടെ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻ്റ് ആണെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓവർലോഡ് റിലേയും അതുപോലെ തന്നെ കപ്പാസിറ്ററൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഷോർട്ട് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ചെയ്യണതാണ് പിടിച്ചേക്കണത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ. തെർമോസ്റ്റാറ്റ് നമുക്ക് വേറെ രീതിയിലും ടെസ്റ്റ് ചെയ്യാം, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.